വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ട് നമുക്കിത് മേക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അകത്ത് നല്ല തേങ്ങയുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 2 കപ്പ് മൈദ മാവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ഇവിടെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പിഞ്ചോളം അളവ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇച്ചിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, മാവൊക്കെ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടാനായിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നൊരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കാരണം നമ്മൾ ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോഴേക്കും ആ ജാറിലൊക്കെ ഇങ്ങനെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആദ്യം ഒരു ബൗളിൽ മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇടുന്നത്. കാരണം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ഇത് ജസ്റ്റ് ആ ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറേ ബബിൾസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പ് മാവിൻ്റെ ദോശ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് വേണ്ടത്. കാരണം നമ്മുടെ ദോശ വന്നിട്ട് ഒത്തിരി തിന്നായി ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും, അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് ഒക്കെ കാണത്തക്ക രീതിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു അരമുറി തേങ്ങ ഞാൻ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ ഒരു മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് വെച്ചിരിക്കുമ്പോഴേക്കും അതിൻ്റെ പഞ്ചസാരയൊക്കെ ഏതാണ്ട് ആ തേങ്ങയുടെ ആ ജലാംശത്തും കൊണ്ട് അത് നന്നായിട്ടൊന്ന് ഇഴുകി ചേർന്നിരിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഈ തേങ്ങയുടെ കൂടെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പയർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവിൽ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ ഒരിക്കൽ കൂടെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി തിന്നായിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വെന്തോന്ന് അറിയാനായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. ആ വിട്ട് വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളിതെടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ തേങ്ങയുടെ ഫില്ലിങ്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഫില്ലിങ്സ് എടുത്ത് സെൻറ്ററിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെങ്ങനെ വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ചിട്ട് അടിവശം കൂടെ ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയും ഏതാണ്ട് മെൽറ്റ് ആവും. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കയുടെ പൊടി കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ ഒരു ഫ്ലേവറിന്. പക്ഷേ ഞാൻ അതൊന്നും യൂസ് ചെയ്തില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒരു വശം അടിവശം വെന്തതിന് ശേഷം ഒരു വശം ഒരു സൈഡിലേക്ക് മടക്കി അതിൻ്റെ 2 അറ്റവും കൂടെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക തവ കൊണ്ട്. കാരണം അതിങ്ങനെ വിട്ട് പോരാതിരിക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ കാണുന്ന കണക്ക് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏതാണ്ടായിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ ഈവനിങ് മക്കൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സായിട്ട് നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതേ കണക്ക് തന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1 സ്പൂൺ മാവ് നന്നായിട്ട് ബൗളിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പരത്തി കൊടുത്തിട്ട് അകത്ത് നന്നായിട്ട് ഒരു വശം വെന്തതിന് ശേഷം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമുക്കതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് മടക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കട്ട് ചെയ്തും നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.